2026 ജൂലൈ മാസം 26-ാം തീയതി മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ മേഷാദി രാശികളുടെയും സാമാന്യ ഫല നിരൂപണമാണ് നടത്തുന്നത്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിക്ക് പൂർവ്വ ആഴ്ചയിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യാഴം കർക്കിടകത്തിലാണ്, സൂര്യനും കർക്കിടകത്തിൽ തന്നെയാണ്, ബുധന് മിഥുനമാണ്, വക്രഗതിയാണ്, ശുക്രൻ ചിങ്ങത്തിലും, കുജൻ ഇടവത്തിലും, ശനി മീനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലുമാണ്. ആദ്യം നമുക്ക് മേടം രാശിയുടെ, അതായത് അശ്വതിയും ഭരണിയും കാർത്തിക കാലും ചേർന്ന മേടം രാശിയുടെ ഫലം നോക്കാം. 4-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും ഉണ്ട്. അത് ജോലിയിലും കുടുംബത്തിലും ഒക്കെ കൂടുതൽ സ്ഥിരതയും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. മേലുദ്യോഗസ്ഥരുടെ ഒരു വിശ്വാസ്യതയൊക്കെ പിടിച്ചു പറ്റാൻ സാധ്യത ഉള്ള കാലമാണ്. കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലി പൂർത്തിയാക്കാനും അതിൽ നിന്ന് ഒരു പ്രശംസ പിടിച്ചു പറ്റാനും ഒക്കെ സാധിക്കുന്നുണ്ട്. എന്നാൽ 3-ാം ഭാവത്തിൽ ബുധൻ വക്രത്തിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ചില റിട്ടേൺസ് കൊടുക്കുന്ന IT റിട്ടേൺസ്, അതുപോലെ പ്രധാനപ്പെട്ട രേഖകൾ ഉണ്ടാക്കുന്നതിലോ സർക്കാർ സംബന്ധമായിട്ടുള്ള രേഖകളിലോ ഒക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. അതുപോലെ ഇതുപോലെയുള്ള പദ്ധതികളും അതുപോലെ യാത്ര പോകുന്ന വിഷയങ്ങളിൽ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണം. എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ചില കാലതാമസങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ രേഖാവ്യത്യാസങ്ങളെ കൊണ്ടുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഴയ കസ്റ്റമേഴ്സുമായിട്ടും ഒക്കെയുള്ള ബന്ധം ദൃഢതരമാക്കാനുള്ള സമയമാണ്. അത് ഇപ്പോൾ ഉള്ള സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിട്ട് കാണാവുന്നതാണ്. ധന സംബന്ധമായിട്ട് ഗൃഹനിർമ്മാണം മുതലായിട്ടുള്ള കാര്യങ്ങൾ, നവീകരണം, അതുപോലെ ഓഫീസ് സംബന്ധമായിട്ടോ ഒക്കെയുള്ള സ്ഥാവര പ്രവർത്തനങ്ങൾ, അതിന് കൂടുതൽ ചിലവ് ചെയ്യും. അത് ഭാവിക്ക് അനുകൂലമായിട്ട് ഉള്ളത് തന്നെയാണ്. ചിലവുകളൊക്കെ അത് ഭാവിയിലേക്ക് കൂടുതൽ ഗുണം ചെയ്യും. പാരമ്പര്യ സ്വത്തുമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും. എന്നാൽ വായ്പകൾ എടുക്കുകയോ കൊടുക്കുകയോ രണ്ടും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അതിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് പൊതുവേ കുറച്ച് സമ്മർദ്ദമൊക്കെ കുറയും, സമാധാനം സന്തോഷമൊക്കെ തോന്നും. എങ്കിലും കഴുത്ത് സംബന്ധിച്ച്, അതുപോലെ തോളുകൾ, പുറം മുതലായിട്ടുള്ള സംബന്ധിച്ച് ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുള്ളവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും, സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും. മാതാപിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് ഒരുമിച്ചുള്ള തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ സാധിക്കും. ഒരു പരിഹാരമായിട്ട് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ ഹനുമാൻ ചാലീസ ജപിക്കുകയോ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ പൂജാമന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. ചുവന്ന പരിപ്പ് ദാനം കൊടുക്കുന്നതും നല്ല ഫലം ചെയ്യുന്നതാണ്.